നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം സമാധാനപരവും വിജയകരവുമായി മുന്നോട്ടു പോകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ അതിന് തടസ്സം നിൽക്കുന്നതാണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആവശ്യമില്ലാതെ കുറേയധികം ചിന്തിച്ചിരിക്കുക, കഴിഞ്ഞുപോയവയെക്കുറിച്ചുള്ള വിഷമങ്ങളോ സംഭവിച്ച തെറ്റുകളോ ഇനി സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ചുള്ള ആകുലതകളോ ഒക്കെയാകാം. വെറുതെ കുറെ ചിന്തകളും ആവലാതികളുമായി മനസ്സ് നിറയ്ക്കുക. ഇതാണ് ഓവർ തിങ്കിങ്. ഇങ്ങനെ അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരാക്കും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും, ഡിപ്രഷനിലേക്ക് നയിക്കും, മെന്റൽ ഹെൽത്തിനെ വരെ ഇത് ബാധിക്കും. അതുകൊണ്ട് ഇത് തീർച്ചയായും സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനും ഒരു പീസ്ഫുൾ ആൻഡ് സക്സസ്ഫുൾ ലൈഫിനുമായി നമുക്ക് നോക്കാം 8 ജാപ്പനീസ് ടെക്നിക്സ്. നമ്പർ 1, ഇക്കിഗായി. ഇക്കിഗായിയെ കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇക്കിഗായി മാത്രമല്ല മറ്റ് ജാപ്പനീസ് ടെക്നിക്സ് കൂടി ഉൾപ്പെടുത്തുന്നു. ഇക്കിഗായി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണമെന്നാണ്. നിങ്ങൾ ഓരോ ദിവസവും ഉണരുമ്പോൾ ആ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടാകണം. നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും മടിപിടിച്ചിരിക്കാനോ വെറുതെ ചിന്തിച്ചിരിക്കാനോ കഴിയില്ല. ഇതിനാണ് നാം ഇയർലി, മന്ത്ലി, വീക്ക്ലി, ഡെയിലി ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇക്കിഗായിൽ ഉൾപ്പെടുത്തുന്ന 4 നിയമങ്ങളുണ്ട്. നമ്പർ 1, ഡു വാട്ട് യു ലവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അത് പ്രൊഫഷൻ ആയാലും സ്റ്റഡീസ് ആയാലും എല്ലാം. റൂൾ നമ്പർ 2, ഡു വാട്ട് യു ആർ ഗുഡ് അറ്റ്. നിങ്ങൾ എന്തിലാണോ എക്സ്പേർട്ട് ഓർ ബെസ്റ്റ് അത് ചെയ്യുക. റൂൾ നമ്പർ 3, ഡു വാട്ട് ദ വേൾഡ് നീഡ്സ്. നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സമൂഹത്തിന്, ലോകത്തിന് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അതാണ് ലോകത്തിന് ആവശ്യമുള്ളത് ചെയ്യുക എന്ന് പറയുന്നത്. റൂൾ നമ്പർ 4, ഡു വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ജാപ്പനീസ് ടെക്നിക് വരുന്നത് കൈസെൻ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് പറയുന്നത് നാം ഡെയിലി 1% വെച്ചെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്നാണ്. ഒറ്റയടിക്ക് നമുക്ക് വലിയ നേട്ടങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ പാർട്ടുകളാക്കി വിഭജിച്ച് ചെയ്താൽ അവ ഓരോന്നായി നേടിയെടുക്കാൻ കഴിയും. തേർഡ് വൺ, ഷോഷിൻ. ഷോഷിൻ കോൺസെപ്റ്റ് എന്നത് ഏതൊരു കാര്യത്തിനെയും ഒരു തുടക്കക്കാരന്റെ മനസ്സോടെ സമീപിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, ചെറിയ കുട്ടികളുടെ മൈൻഡും ബ്രെയിനും ഒക്കെ വളരെ ഷാർപ്പായിരിക്കുമെന്ന് നാം പറയാറില്ലേ? അതുപോലെ മൈൻഡ് ക്ലിയർ ആക്കി വെക്കുക. മനസ്സ് എംറ്റി ആണെങ്കിൽ അത് ഏതൊരു കാര്യത്തിലേക്കും ഓപ്പൺ ആകും. അതുകൊണ്ട് അൺവാണ്ടഡ് തോട്ട്സ് കളഞ്ഞ് പ്രസന്റ് മൊമെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ നിങ്ങളെ അതിന് സഹായിക്കും. ഫോർത്ത് വൺ, ഗ്യാമൻ ടെക്നിക്. ജീവിതത്തിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോഴും ക്ഷമയും സ്ഥിരോത്സാഹവും കൈവിടരുതെന്നാണ്. എല്ലാം പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കണമെന്നില്ല. നിരവധി തവണ തെറ്റായി സംഭവിക്കാം. ചെയ്യാൻ ആഗ്രഹിക്കുന്നവ തുടങ്ങുമ്പോൾ അനേകം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം. പരാജയങ്ങൾ ഉണ്ടാകാം. തളരാതെ ക്ഷമയോടെ ശുഭപ്രതീക്ഷയോടെ പ്രവർത്തിക്കുക. ഫിഫ്ത് വൺ, ഷിൻറിൻ യോക്കു. ഇതൊരു റിലാക്സേഷൻ തെറാപ്പിയാണ്. ഫോറസ്റ്റ് ഓർ നേച്ചർ ബാത്തിങ്. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് സമ്മർദ്ദത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് മെന്റൽ സ്ട്രെസ്, ഓവർ തിങ്കിങ്, നെഗറ്റീവ് ഇമോഷൻസ് ഇവയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് നടക്കാൻ പോവുക. തീർച്ചയായും റിലാക്സ്ഡ് ആകും. സിക്സ്ത് വൺ, ഹര ഹാച്ചിബു. 80% നിറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തണമെന്നാണ് ഇതിനർത്ഥം. അമിതമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മടി തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. കഴിക്കുന്ന ഭക്ഷണമെല്ലാം ശരീരം ദഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ക്ഷീണം അനുഭവപ്പെടും. ഉറക്കം വരാൻ തുടങ്ങും. അപ്പോൾ ജോലി ചെയ്യേണ്ടതിനു പകരം അത് മാറ്റിവെക്കാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് വിശപ്പ് മാറി വയം നിറഞ്ഞു എന്ന് തോന്നിയാലുടൻ കഴിക്കുന്നത് നിർത്തുക. സെവൻത് വൺ, ഗാൻബാരു മെത്തേഡ്. ഗാൻബാരു മെത്തേഡ് എന്നത് ഡൂയിങ് വൺസ് ബെസ്റ്റ് എന്നതാണ്. ഒരാൾ അയാൾക്ക് കഴിയുന്നതിന്റെ അങ്ങേ അറ്റം മികച്ച രീതിയിൽ പ്രവർത്തിക്കുക. റിസൾട്ടുകൾക്കായി ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. എങ്കിലും പ്രവൃത്തി മുടക്കേണ്ടതില്ല. അത് വളരെ നന്നായി ചെയ്യുക. എയ്റ്റ് വൺ, വാബി സാബി. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ പിടിവാശി കാണിക്കാതെ ഇംപെർഫെക്റ്റ് ആയ കാര്യങ്ങളെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. ജാപ്പനീസ് ജനതയുടെ ഈ 8 ടെക്നിക്സ് നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക്